അങ്ങനെ അതും സംഭവിച്ചു. എന്താണെന്നല്ലേ, ബിഗ് ബോസ് വീട്ടിൽ നിന്നും ജിസേൽ എവിക്റ്റ് ആയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചിരുന്നത്, അതായത് പ്രൊമോയും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചിരുന്നത് ജിസേൽ എവിക്റ്റായി, പക്ഷെ പുറത്ത് പോകുന്നില്ല എന്നുള്ളൊരു ന്യൂസായിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷേ അതങ്ങനെയല്ലായിരുന്നു. ജിസേൽ എവിക്റ്റായി സീക്രട്ട് റൂമിൽ പോകുമെന്നാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ ജിസേൽ ഔട്ടായി. അതായത് ജിസേൽ എവിക്റ്റായിട്ട് വെളിയിൽ പോയിട്ടുണ്ട്. ഇവർക്ക് ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ച പോലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ടാസ്ക് അല്ല, ഒരു എവിക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഇവർ 4 പേരും കൂടി നിന്നിട്ട് ഗ്രീൻ ലൈറ്റ് ഓൺ ആവുന്നവർ സേവ് അടിക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ആദ്യം നൂറ സേവായി, രണ്ടാമത് നെവിൻ സേവായി, അങ്ങനെ ലാസ്റ്റ് ജിസയിലും ആദിലയുമായിരുന്നു വന്നത്. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് 2 പേര് വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു. അതായത് എവിക്റ്റ് ആയ ആൾ ലാലേട്ടൻ്റെ അടുത്തും, അതുപോലെ തന്നെ എവിക്റ്റ് ആവാത്ത ആൾ അതായത് തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമെന്നായിരുന്നു. അതും പ്രധാന വാതിലിൽ കൂടെ തന്നെ കയറുമെന്നായിരുന്നു. ഇതിനിടയ്ക്ക് ഇവർക്ക് പ്രിയപ്പെട്ടവരായ 2 പേരെ വിളിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒന്ന് അനുമോളും ഒന്ന് ആര്യനുമായിരുന്നു. അവർക്ക് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹം പങ്കുവയ്ക്കുകയും കാര്യങ്ങളും ഒക്കെ പറയുകയൊക്കെ ചെയ്തു. ലാസ്റ്റ് ഇവർ 2 പേരും വാതിലിൽ പോയി നിന്നിട്ട് ഇവർ 2 പേരിൽ പ്രിയപ്പെട്ട ഒരാൾ എവിക്റ്റായി പോകും, ഒരാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആദില ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് വന്നത്. ജിസയിൽ എന്താ പറയണ്ടേ പോയി. അങ്ങനെ അപ്പം ആര്യന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ആര്യൻ ഭയങ്കര കരച്ചിലായിരുന്നു. നൂറയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അനുമോളൊക്കെ ആണെങ്കിൽ ഞെട്ടി ഭയങ്കര സന്തോഷത്തോടെയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു തിരിച്ച്. പക്ഷെ നമ്മളാരും വിചാരിച്ചില്ല ജിസയിൽ സീക്രട്ട് റൂമിൽ പോകുമെന്നായിരുന്നു സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ജിസയിൽ പോയി. ജിസയിൽ പോയതിൽ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമം ആര്യനും നെവിനുമാണ് കേട്ടോ. തിരിച്ചും ജിസേലിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ 64 ദിവസം കഴിഞ്ഞപ്പോൾ ജിസയിൽ വെളിയിലായിരിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.